ഇതിനുള്ളിലുള്ള സാധനം അതീവ ഗുരുതരമുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അധികൃതർ പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ നാട്ടുകാരടക്കം ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ഇവിടെ വന്ന് ഇത് പൊളിച്ചു നോക്കുകയും. നമസ്കാരം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി തീരപ്രദേശത്തിനോട് അടുത്ത് മറിഞ്ഞിരിക്കുന്ന എൽസ 3 എന്ന് പറയുന്ന കപ്പൽ, അതായത് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ, അതിന്റെ ഭാഗമായിട്ട് നിരവധി സാധനങ്ങൾ പല തീരപ്രദേശങ്ങളിലും അടിയുന്നുണ്ട്. അതിൽ പെടുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾ നമുക്ക് സമീപത്തുള്ളത്. അതായത് തിരുവനന്തപുരം വലിയ തുറയ്ക്ക് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഇതിപ്പോ ഉള്ളത്. എന്താണ് സാധനം എന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരങ്ങളിലാണ് വലിയ തുറ തീരത്ത് അജ്ഞാതമായിട്ടുള്ള ഒരു വസ്തു അടിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതുവരെ എന്താണ് ഇതിനുള്ളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. കാരണം പൂർണ്ണമായ രീതിയിൽ പാക്ക് ചെയ്ത രീതിയിൽ തന്നെയാണ് ഈ സാധനം ഇവിടെ കിടക്കുന്നത്. ഇതിനുള്ളിലുള്ള സാധനം അതീവ ഗുരുതരമുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അധികൃതർ പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ നാട്ടുകാരടക്കം ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ഇവിടെ വന്ന് ഇത് പൊളിച്ചു നോക്കുകയും എന്താണ് ഇതിനകത്തുള്ളത് എന്നറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതുമൊക്കെയാണ് കാണുന്നത്. ഇനി അഥവാ ഇതിനുള്ളിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ അത് ഈ നാട്ടുകാരൊക്കെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ അപകടമാകില്ല എന്നൊരു ചോദ്യമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയിപ്പോ ഈ ഒരു കപ്പൽ മറിഞ്ഞിട്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കടലിൽ മറിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളും മറ്റു സാധനങ്ങളും ഒക്കെ കരയ്ക്കടിയേണ്ടുന്ന സമയം കഴിഞ്ഞു എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അതായത് കപ്പൽ മറിഞ്ഞ് സാധനങ്ങൾ കരയിലേക്ക് അടിയേണ്ട സമയം കഴിഞ്ഞു. ഇനി കടലിൽ നിന്നൊരു സാധനവും കരയിലേക്ക് വരാനുള്ള സാധ്യതകളില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ മാറ്റി, അതായത് ശുചീകരണം നടത്തേണ്ടുന്ന സമയമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ സാധനങ്ങൾ ഇവിടെ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്ര സമയമായിട്ടും ഈ സാധനങ്ങൾ എന്താണ് എന്നത് ഒരു വ്യക്തത നൽകാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കപ്പൽ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് കപ്പൽ മറിഞ്ഞത് എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ മത്സ്യത്തൊഴിലാളികളാകട്ടെ സാധാരണപ്പെട്ട ജനങ്ങളാകട്ടെ എല്ലാവർക്കുമുണ്ട്. ഈ പല മത്സ്യത്തൊഴിലാളികളും പറയുന്നത് പ്രകാരം ഒരു കപ്പൽ മറിയണമെങ്കിൽ അതിൽ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഹോക്കി പോലുള്ള പല ദുരന്ത സമയത്ത് പോലും കപ്പലുകളൊന്നും മറിഞ്ഞിരുന്നില്ല. അത് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ആ കപ്പലിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ പുറത്തു വന്നപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായി കണ്ടതാണ്. ഈ കപ്പലിന് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെരിവ് ഉണ്ടായിരുന്നു. ആ ചെരിവ് എന്തുകൊണ്ടാണ് അധികൃതരൊന്നും കാണാതിരുന്നത് എന്നൊരു സംശയം വലിയ രീതിയിൽ ആളുകളിലുണ്ട്. ഒരുപക്ഷെ ഇതാരെങ്കിലും കണ്ടിട്ടും മനഃപൂർവ്വം കാണാതിരുന്നതാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണുള്ളത്. അതായത് മനഃപൂർവ്വം കപ്പൽ കടലിൽ മറിയണം എന്നുള്ള ഉദ്ദേശത്തോടെയാണോ പുറപ്പെട്ടത് എന്നതടക്കമുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇതുവരെ ഒരു റിപ്പോർട്ട് പ്രകാരമൊന്നും പുറത്തു വന്നിട്ടില്ല. അത് മാത്രവുമല്ല, നമുക്ക് ഈ കപ്പൽ മറിഞ്ഞ സമയത്ത് തന്നെ തന്നിരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു അപകട സാധ്യതയുള്ള കപ്പലാണ് മറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ഗുരുതരമായിട്ടുള്ള വസ്തുക്കളുണ്ട്. അത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം കേരളത്തിന്റെ പല തെക്ക് വശങ്ങൾ തീരപ്രദേശത്തുമായിട്ടാണ് വരിക എന്നതടക്കമുള്ള റിപ്പോർട്ടുകളായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളല്ല നടന്നത്. പല സാധനങ്ങളും വന്നടിഞ്ഞത് കേരളത്തിന്റെ വടക്ക് തീരപ്രദേശങ്ങളിലേക്കാണ് എന്നുള്ളതാണ്. അതായത് തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളിൽ പോലും വലിയ ഒരു തെറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അത് മാത്രവുമല്ല, കപ്പൽ മറിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എണ്ണപ്പാട നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതിൽ ഒരുപാട് പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്നത് പോലെ ക്രൂഡ് ഓയിലിലുള്ള ഏറ്റവും വിനാശകാരിയായിട്ടുള്ള പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന സാധനം അതും കടലിലുണ്ട്. അത് നീക്കം ചെയ്യുക എന്നത് വലിയ പ്രതിസന്ധി നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്, ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്.
ഒരു സംഭവം നീക്കിയിട്ടില്ല എങ്കിൽ അത് മത്സ്യ സമ്പത്തിനെ തന്നെ ബാധിക്കുന്ന, നമ്മുടെ പ്രകൃതിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, കപ്പൽ മറിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ 84.44 MT ഡീസലും 367.1 MT ഫർണസ് ഓയിലും ഒക്കെ കടലിൽ ഉണ്ട് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും പല ആശങ്കകളും പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അജ്ഞാത വസ്തുക്കൾ തീരദേശങ്ങളിലൊക്കെ അടിയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ എന്താണ് എന്നത് വ്യക്തമാക്കാത്തത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. പ്രത്യേകിച്ച് കപ്പലിൽ എന്താണ് കൊണ്ടുപോയത് എന്നും എന്താണ് വരുന്നത് എന്നതൊന്നും തങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ലാഘവത്തിൽ ഉദ്യോഗസ്ഥർ കാര്യങ്ങളെ നിസാരവൽക്കരിച്ച് കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും തന്നെ സുരക്ഷയില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ്. കാരണം ഇത്തരത്തിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉദ്യോഗസ്ഥർക്കും അധികൃതർക്കും ഇല്ല എങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ ചോദിക്കുക, കള്ളക്കടത്തുകളൊക്കെ ആരാണ് കണ്ടെത്തുക എന്നതടക്കമുള്ള സംശയങ്ങളാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്.